ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൻ്റെ സെക്കൻഡ് ലെഗ് മത്സരത്തെക്കുറിച്ചിട്ടാണ്. ഏത് മത്സരത്തെക്കുറിച്ചിട്ട്? ഇന്റർ മിലാൻ വേഴ്സസ് ബാഴ്സലോണ മത്സരത്തെക്കുറിച്ചിട്ട്. എവിടെയാണ് നടക്കുന്നത്? അങ്ങ് സാൻ സീറോയിൽ, ഇന്റർ മിലാൻ്റെ തട്ടകത്തിൽ. അപ്പോൾ ആ ഫസ്റ്റ് ലെഗിൽ എന്തായിരുന്നു അവസ്ഥ? ഒളിമ്പിക് മോൺചുക് സ്റ്റേഡിയത്തിൽ 3-3 എന്നുള്ള സ്കോർ ലൈനാണ് അവസാനിച്ചത്. അതൊരു എപ്പിക് പരിപാടിയായിരുന്നു, ഗ്രേറ്റ് മത്സരമായിരുന്നു, നമ്മളൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ മത്സരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളൊക്കെ ഈ സെക്കൻഡ് ലെഗിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇനി അധികം നേരം വെയിറ്റ് ചെയ്യാനില്ല. അപ്പോൾ ഇന്ന് രാത്രി നമ്മളെന്തായാലും അതിങ്ങനെ കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ബാഴ്സലോണ ഫാൻസിൻ്റെയും ഇന്റർ മിലാൻ ഫാൻസിൻ്റെയും കാര്യം എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഒരു വല്ലാത്ത രീതിയിലുള്ളൊരു ഇമോഷനായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക. അതായത് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകും, ഒബ്വിയസ്ലി ഭയം ഉണ്ടായിരിക്കും ചെറിയ തോതിൽ, പിന്നെന്താണ്, ടെൻഷൻ ഉണ്ടായിരിക്കും. അതില്ലാത്ത പരിപാടി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ചിലരൊക്കെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. ചില ആരാധകർ അങ്ങനെയാണ്, ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ആരാധകരുണ്ട്, അവർ ഭയങ്കര കോൺഫിഡൻ്റ് ഒക്കെ ആയിരിക്കും. പക്ഷേ മിക്ക ആളുകളും ഒരു വല്ലാത്തൊരു ഇമോഷനിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ആ മത്സരത്തിൻ്റെ പ്രിവ്യൂയിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ ഇന്ററിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹോമിലാണ് മത്സരം, സാൻ സീറോയിലാണ് മത്സരം. ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്റർ മിലാൻ ഇതുവരെ ഒരു ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ മത്സരം ഹോമിൽ പരാജയപ്പെട്ടിട്ടില്ല. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റാണ്. സമനിലയിലൊക്കെ അവസാനിച്ചിട്ടുണ്ട്, പക്ഷേ പരാജയപ്പെട്ടിട്ടില്ല ഹോമിൽ. ഇപ്പോൾ ഈ ഒരു ക്യാമ്പയിനിൽ തന്നെ ബയേൺ മ്യൂണിക്കിനെതിരെ അവർ ഇപ്പോൾ ക്വാർട്ടർ ഫൈനലിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ ഹോമിൽ. മാത്രമല്ല അവർ അലയൻസ് അരീനയിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ സെമി ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു കോട്ടയാണ് ഇന്ററിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ കോട്ട അവരെ വീണ്ടും രക്ഷിക്കും. അവരുടെ ആരാധകരുടെ നോയ്സ്, അവരുടെ ആ അറ്റ്മോസ്ഫിയർ അവർക്ക് ഒരു 12th മാനായിട്ട് വർക്ക് ചെയ്യും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതീക്ഷയിലായിരിക്കും ഇൻസാഗിയുടെ ടീം ഇരിക്കുന്നുണ്ടായിരിക്കും. കാരണം വെച്ചാൽ അപ്പുറത്ത് ബാഴ്സലോണയാണ്, ഫിയർലെസ് ബാഴ്സലോണയാണ്, ബ്രേവ് ആയിട്ടുള്ള ബാഴ്സലോണയാണ്. ഹാൻസി ഫ്ലിക്കിൻ്റെ ടീമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹോമെന്നില്ല എവയെന്നില്ല, അമ്മാതിരി ബ്രേവായിട്ട് കളിക്കുന്നൊരു യൂണിറ്റാണ്. പക്ഷേ ഫ്ലോസ് ഉണ്ട്, നമുക്കറിയുന്നതാണ്. ആ ടീമിൽ പ്രശ്നങ്ങളുണ്ട്, നമുക്കറിയുന്നതാണ്. പ്രശ്നങ്ങളില്ലാത്തൊരു സൈഡൊന്നുമല്ല ഹാൻസി ഫ്ലിക്കിൻ്റെ സൈഡ്. പക്ഷേ എന്താണ്, ഈ പറഞ്ഞ പോലെ ഒട്ടും ഭയമില്ലാണ്ടാണ് അവർ കളിക്കുക. ഹോം അഡ്വാൻറ്റേജിനൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല ഈ ബാഴ്സലോണ കളിക്കുമ്പോൾ എന്നുള്ള കാര്യം ഓർക്കണം. പക്ഷേ സ്റ്റിൽ ഇന്റർ മിലാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കാര്യം തന്നെയാണ്. അവരുടെ ഹോമിലാണ് സെക്കൻഡ് ലെഗ് കളിക്കുന്നത് എന്നുള്ളത്. ഇനി നമ്മൾ ബാഴ്സ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഗ്രേറ്റ് ഫുട്ബോളിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ എത്ര നാളായി ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കളിച്ചിട്ട്? 10 വർഷമായി. അന്ന് അവർ കിരീടം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ലൂച്ചോയുടെ കീഴിൽ. അതിനുശേഷം ഫൈനലിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ദാ ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി അവരുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇന്റർ എന്ന് പറയുന്ന കടമ്പ കടക്കണം, സാൻ സീറോ എന്ന് പറയുന്ന കടമ്പ കടക്കണം. ആ കടമ്പ കടക്കാൻ സാധിക്കുന്ന തരത്തിലുള്ളൊരു സൈഡ് തന്നെയാണ് ബാഴ്സലോണ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ സീസൺ തുടങ്ങുമ്പോൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ ബാഴ്സലോണ ഇമാതിരി ഈ രീതിയിലുള്ളൊരു പ്രോഗ്രസ് നടത്തുമെന്നുള്ളത്? എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഇത്രയധികം പ്രതീക്ഷിച്ചിട്ടുണ്ടാവുന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഹാൻസി ഫ്ലിക്കും മത്സരത്തിന് മുമ്പായിട്ടുള്ള പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സീസൺ തുടങ്ങുമ്പോൾ നമ്മൾ എന്താ അച്ചീവ് എന്നുള്ളത് ആർക്കും ഒരു പിടുത്തുണ്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഈ പ്ലേയേഴ്സിൻ്റെ മേൽ എക്സ്ട്രാ പ്രഷറൊന്നും ഇടേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുള്ളതാണ്. ഫുട്ബോൾ കളിക്കുക, അത് നമ്മൾ എൻജോയ് ചെയ്യുക, ഒപ്പം ഫാൻസും അത് എൻജോയ് ചെയ്യണം എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ആദ്യം നമ്മളത് എൻജോയ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് കളിക്കുന്നവരത് എൻജോയ് ചെയ്ത് കളിക്കണം, അല്ലാതെ പരിപാടിയൊന്നും നടക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം തീർച്ചയാണ്, ബാഴ്സലോണ ഈ ഹാൻസി ഫ്ലിക്കിൻ്റെ കീഴിൽ ഈ സീസണിൽ എക്സ്പെക്റ്റേഷനൊക്കെ എക്സീഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അടിവരായിട്ട് പറയേണ്ട തരത്തിലുള്ള സംഭവമാണ്. അത് അടിവരായിട്ട് പറയണം. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഒബ്വിയസ്ലി എന്താണ്, പ്രതീക്ഷ ഉണ്ടാകുമല്ലോ ആരാധകർക്ക്. അപ്പോൾ ഒരു പക്ഷേ അവർ വീണ് പോയി കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള വേദന ഉണ്ടാകും. അത് സ്വാഭാവികമായിട്ടുള്ള സംഭവമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം, ഈ സീസൺ തുടങ്ങുമ്പോൾ ആരും ഇമാതിരി ഒരു സീസൺ ബാഴ്സലോണയ്ക്ക് ഉണ്ടാകുന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ മിക്കവാറും ഒരു ലാലിഗ ടൈറ്റിൽ അടിക്കും. ക്ലാസിക്കോ ഉണ്ട് ഈ ഒരു വീക്കിൽ. അത് ഒരു നിർണായകമായിട്ടുള്ളൊരു ക്ലാസിക്കമായിട്ട് മാറും, സംശയമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ സ്റ്റിൽ 4 പോയിൻറ്റ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ. ആ മത്സരം പരാജയപ്പെട്ട് കഴിഞ്ഞാലും അവർക്ക് പിന്നെ എന്താണ്, ലാലിഗയിൽ നല്ല രീതിയിലൊരു പൊസിഷനിൽ ഇരിക്കാൻ പറ്റും. പക്ഷേ എന്താണ്, പരാജയപ്പെട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടാകും, അത് വേറെ കാര്യം. എന്തായാലും ഓൾറെഡി 2 ട്രോഫികൾ അവരടിച്ചു. ലാലിഗ ടൈറ്റിൽ അടിക്കാനുള്ള സാധ്യത വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ട്രിപ്പിൾ സ്വപ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സാൻ സീറോ എന്ന് പറയുന്ന കടമ്പ മറികടന്നു കഴിഞ്ഞാൽ അവർ മറ്റൊരു ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കളിക്കാൻ പോകുന്നത് മാത്രമല്ല, അവരൊടുക്കത്തെ മൊറാലുമായിട്ടാണ് ഈ മത്സരത്തിലേക്കും വരുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്റർ മിലാൻ എന്താണ് കരുതി വെച്ചിരിക്കുന്നത് അതും നമ്മൾ സംസാരിക്കണം. കാരണം ഇൻസാഗിയുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒബ്വിയസ്ലി ഫറ്റീഗും കാര്യങ്ങളൊക്കെ അവരെ മലട്ടുന്നുണ്ട്. അവരുടെ ട്രിപ്പിൾ സ്വപ്നമൊക്കെ
പണ്ടാറടങ്ങിപ്പോയി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല ഒരു പക്ഷേ നാപ്പോളി ശരിയായ ടൈറ്റിൽ അടിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം നാപ്പോളിക്ക് 3 പോയിൻറ്റ്സിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. പക്ഷേ ഇത് ഈ ഒരു ടൂർണമെൻറ്റ്, ഈ ഒരു ട്രോഫി എന്ന് പറഞ്ഞാൽ ഇൻസാഗിയെ സംബന്ധിച്ചോളം അദ്ദേഹം നോട്ടമിട്ടിരിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ ഒരു ഫൈനലിൽ അവർ വീണു മാൻ സിറ്റിക്കെതിരെ, പക്ഷേ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് പുൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫൈനലിൽ. അപ്പോൾ ഇനി ഈ സെമി ഫൈനലിൽ ഇവിടെ എന്താണ് സ്വന്തം ആരാധകർക്ക് മുമ്പിൽ ഒരു പണി അവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയായിരിക്കും ഇന്റർ മിലാൻ ഈ മത്സരത്തെ നേരിടുന്നുണ്ടാവുക. ഇനി നമ്മൾ ടീം ന്യൂസ്, പിന്നെ ചില ടാക്റ്റിക്കൽ മാച്ചപ്സ്, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്താണ്, ഇഞ്ചുറി പ്രശ്നങ്ങൾ 2 സൈഡിലുണ്ട് അല്ലേ. ഇപ്പോൾ ഇന്റർ മിലാൻ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഹെലാസ് വെറോണയ്ക്കെതിരെ എന്താണെന്ന് വെച്ചാൽ 10 ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു ഇൻസാഗി. 1-0 ടീം വിജയിച്ചു. അസ്ലാനിയുടെ പെനാൽറ്റി ഗോളിലാണ് അവർ വിജയിച്ചിട്ടുണ്ടായിരുന്നത്. തുടക്കത്തിലാണ് ആ പെനാൽറ്റി ഗോൾ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ 10 ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പ്ലേയേഴ്സിനൊക്കെ റെസ്റ്റ് കൊടുക്കാൻ സാധിച്ചു. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ലൗതാരോ മാർട്ടിനസിനും ബാഴ്സലോണയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മത്സരത്തിലേക്ക് ഇന്റർ മിലാൻ വന്നിട്ടുണ്ടായിരുന്ന അത്ര നല്ല കോൺഫിഡൻസിലായിരുന്നില്ല. 3 മത്സരങ്ങളൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ 2-0 ലീഡ് ഒളിമ്പിക് മോൺച്ചിക്കിൽ എടുക്കുന്നു. പക്ഷേ പിന്നീട് ആ 2 ഗോളിൻ്റെ ലീഡ് സറണ്ടർ ചെയ്യുന്നു. പക്ഷേ വീണ്ടും ലീഡ് എടുക്കുന്നു. എന്നിട്ട് ആ ലീഡും അവർക്ക് സറണ്ടർ ചെയ്യേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ അവർ ഈ ബാഴ്സലോണ സൈഡിലുള്ള ചില വൾണറബിലിറ്റീസിനൊക്കെ എക്സ്പോസ് ചെയ്യാനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് വരാം. അപ്പോൾ എന്തായാലും ഈ ലൗതാരോ മാർട്ടിനസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ മാർട്ടിനസ് കളിക്കുകയോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും ഒരു പിന്നെ ഉറപ്പ് പറയാൻ പറ്റാത്തൊരു സംഭവമാണ്. ആൾക്കൊരു മസ്കുലാർ ഇഞ്ചുറിയാണ് പറ്റിയിട്ടുണ്ടായിരുന്നത്. മിക്കവാറും ഉണ്ടാവില്ല എന്നുള്ള വാർത്തകളാണ് നമ്മൾ തുടക്കത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കേൾക്കുന്ന ആൾ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഇൻസാഗി തന്നെ പറയുന്നതെന്ന് വെച്ചാൽ പിന്നെ ഒരു തീരുമാനം ഇന്നേ എടുക്കുള്ളൂ എന്നുള്ളതാണ്, സ്റ്റാർട്ട് ചെയ്യണമോ വേണ്ടോ എന്നുള്ളത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ ഫിറ്റ് അല്ലാത്തൊരു പ്ലെയർ ബെഞ്ചിൽ നിന്ന് വന്നിട്ട് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ വിശ്വസിക്കുന്ന ഒരാളല്ല ഇൻസാഗി എന്നാണ് അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എന്തായാലും കാത്തിരിക്കാം. ബാക്കി എല്ലാവരും ഫിറ്റാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഡംഫ്രീസ് റൈറ്റ് വിങ് ബാക്കായിട്ട് തന്നെ കളിക്കും. ഡിമാർക്കോ ലെഫ്റ്റ് വിങ് ബാക്കായിട്ട് തന്നെ കളിക്കുമായിരിക്കും. ഇനിയിപ്പോൾ അഗൂസ്റ്റോയെ കളിപ്പിക്കുക എന്നുള്ളത് കണ്ടറിയണം. ഈ അഗൂസ്റ്റോയെ സംബന്ധിച്ചോളം അദ്ദേഹം ബാഴ്സലോണയ്ക്കെതിരെ ആ ഒരു ഫസ്റ്റ് ലെഗിൽ ഡിമാർക്കോക്ക് പകരം വന്നിട്ട് മികച്ച രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അദ്ദേഹത്തെ കളിപ്പിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട സംഭവമാണ്. ഇനി എന്താണ്, ബസ്തോനി ആയിരുന്നു ഇൻസാഗിയുടെ കൂടെ ആ ഒരു പ്രസ് കോൺഫറൻസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻസാഗിയോട് ചോദിച്ചപ്പോൾ ഇൻസാഗി പറഞ്ഞു വെച്ചാൽ ഒരു പക്ഷേ ചിലപ്പോൾ ഡിമാർക്കോയും അഗൂസ്റ്റോയും ഒരുമിച്ച് കളിക്കും എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർ മുമ്പും കളിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബസ്തോനി ചിരിച്ചിട്ട് പറയുന്നത് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഞാൻ പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളത്. കാരണം വെച്ചാൽ അങ്ങനെയാണെങ്കിൽ എന്താണ്, ആ ഒരു LCB റോളിലായിരിക്കും അഗൂസ്റ്റോ കളിക്കുക, ഡിമാർക്കോ ആ ലെഫ്റ്റ് ബാക്ക് റോളിൽ. ബസ്തോനിയുടെ റോളാണ് ആ LCB റോൾ എന്നുള്ള കാര്യമാണ്. പക്ഷേ ബസ്തോനി മിക്കവാറും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതൊരു പിന്നെ എന്താ പറയുക, ഒരു പോയിന്റ് പറഞ്ഞു വിട്ടതാണ് നമ്മുടെ ഇൻസാഗി. അപ്പോൾ മിക്കവാറും ഡിമാർക്കോ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ അഗൂസ്റ്റോയെ കളിപ്പിക്കുക എന്നുള്ളത് കണ്ടറിയാം. പിന്നെ മിഡ്ഫീൽഡിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മക്കിതാരിനും ചാലനോലും പിന്നെ ബരേലയും ആ ഒരു എക്സ്പീരിയൻസ്ഡും ക്യാമ്പയിനേഴ്സ് തന്നെ കളിക്കുന്നതിനാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ പറഞ്ഞ പോലെ ആരാണ് സ്ട്രൈക്കർ പാർട്ട്ണർ തുറാമിൻ്റെ കൂടെ കളിക്കുക? ലൗതാരോ ഫിറ്റ് അല്ലെങ്കിൽ മെഹദി തെരേമിയോ അർണാട്ടോവിച്ചോ കളിക്കുമായിരിക്കും. മിക്കവാറും മെഹദി തെരേമീനെ ആയിരിക്കും ഫസ്റ്റ് ലെഗിൽ ലൗതാരോക്ക് പകരം വന്നിട്ട് മോശമില്ലാത്ത രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ചങ്ങായി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും ഇന്റർ മിലാൻ്റെ ലൈനപ്പ് ഉണ്ടായിരിക്കുക. പിന്നെ ഫ്രട്ടേസിക്ക് ചെറിയൊരു നോക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇനിയിപ്പോൾ അദ്ദേഹം ഫിറ്റ് ആയിരിക്കും എന്നുള്ളത് കണ്ടറിയാം. പിന്നെ അസ്ലാനിയൊക്കെ ബെഞ്ചിൽ നിന്ന് വരാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ്. ഈവൻ ഫ്രട്ടേസി ഫിറ്റാണെങ്കിൽ ആ രീതിയിൽ ബെഞ്ചിൽ നിന്ന് വരാൻ പറ്റും. പിന്നെന്താ, ഈ പറഞ്ഞ പോലെ അർണാട്ടോവിച്ച് ഉണ്ട്. പിന്നെ സ്വലേസ്കി, സീലിങ്കി, ഈ രീതിയിലുള്ള ചില ഓപ്ഷൻസ് ബെഞ്ചിൽ നിന്ന് വേണമെങ്കിൽ ഇൻസാഗിക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കൗതുകമായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഇൻസാഗിയുടെ ബ്രദറായിട്ടുള്ള ഫിലിപ്പോ ഇൻസാഗി ഉണ്ടല്ലോ, ഇത് സിമോൺ ഇൻസാഗി, മറ്റേത് ഫിലിപ്പോ ഇൻസാഗി. അപ്പോൾ പുള്ളിക്കാരൻ മാനേജ് ചെയ്യുന്ന പിസ എന്ന് പറയുന്ന സൈഡ് സെരിയയിലേക്ക് പ്രൊമോഷൻ നേടിയെടുത്തിട്ടുണ്ട് 34 വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ അങ്ങനെ ആ ഒരു ഫാമിലിയിൽ മറ്റൊരു സുന്ദരമായിട്ടുള്ള കാര്യം കൂടി നടന്നിട്ടുണ്ട്. ഇനി ബാഴ്സലോണ ലൈനപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയാണ് ഒരു പ്രധാന പ്രശ്നം ഹാൻസ് ഫ്ലിക്ക് നേരിടുന്നത്. കാരണം വെച്ചാൽ അലഹാൻഡ്രോ ബാൽഡയും കൂണ്ടയും ഇല്ല. അപ്പോൾ കൂണ്ടയൊക്കെ ഒരുപാട് മത്സരങ്ങൾ കഴിഞ്ഞ കുറച്ച് സീസണുകളിലായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവസാനം ഈ ഒരു ക്രൂഷ്യൽ മത്സരത്തിൽ ചങ്ങായിക്ക് ഇഞ്ചുറി പറ്റിയിട്ട് പുറത്തിരിക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. അപ്പോൾ റൈറ്റ് ബാക്കായിട്ട് ആര് കളിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് മിക്കവാറും എറിക് ഗാർസിയ തന്നെ ആയിരിക്കും. കാരണം ഈ ഒരു ക്യാമ്പയിനിൽ നല്ല രീതിയിലുള്ള ഒരു യൂട്ടിലിറ്റി പ്ലെയറായിട്ട് വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പെർഫോമൻസ് എറിക് ഗാർസിയ കാഴ്ചവെച്ചിട്ടുണ്ട്. റൈറ്റ് ബാക്കായിട്ടും സെൻറ്റർ ബാക്കായിട്ടും മിഡ്ഫീൽഡറായിട്ടും ഒക്കെ ചങ്ങായി കളിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ തന്നെ ആയിരിക്കും. ലെഫ്റ്റ് ബാക്കായിട്ട് ആര് കളിക്കും എന്നുള്ളതാണ്. ഇതൊരു ഡിലമയാണ് ഹാൻസി ഫ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം. ജെറാർഡ് മാർട്ടിൻ റയൽ വയഡോയിഡിനെതിരെ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചു. അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് ആ മത്സരത്തിൽ നമ്മൾ കണ്ടു. പക്ഷേ വയഡോയിഡ് എന്ന് പറഞ്ഞാൽ ലാലിഗയിൽ അവസാനം ഇരിക്കുന്ന സൈഡാണ്. അപ്പോൾ വയഡോയിഡ് പോലെയുള്ള ഒരു ഒപ്പോണൻ്റേ അല്ല ഇന്റർ മിലാൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു സംഭവമാണ്. അപ്പോൾ
ജെറാർഡ് മാർട്ടിനെ കളിപ്പിക്കുമോ അതോ ഇനി പുള്ളിക്കാരൻ ഇനീഗോ മാർട്ടിനസിനെ ലെഫ്റ്റ് ബാക്കായിട്ട് കളിപ്പിച്ചുകൊണ്ട് അരൂഹോയെയും അതേപോലെ തന്നെ കുബാർസിയെയും ആ ഒരു ഡിഫൻസിൽ കളിപ്പിക്കുമെന്നാണ്. ക്രിസ്ത്യൻസൻ തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ ക്രിസ്ത്യൻസൻ ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നില്ല. ഇനി എന്തെങ്കിലും സർപ്രൈസ് ആയിട്ടുള്ള സംഭവം ഹാൻസി ഫ്ലിക്ക് ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയേണ്ട സംഭവമാണ്. അപ്പോൾ കുബാർസിയും അരൂഹോയും ഡിഫൻസിൽ, കാരണം വെച്ചാൽ അരൂഹോയുടെയൊക്കെ ആ ഒരു അഗ്രഷനും ഫിസിക്കാലിറ്റിയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പുള്ളിക്കാരനെ കളിപ്പിക്കും. മാത്രമല്ല ഇനീഗോ മാർട്ടിനസിനെ ആയിരിക്കും കുറച്ചുകൂടെ ഇത്തരത്തിലൊരു ബിഗ് ഗെയിമിൽ ട്രസ്റ്റ് ചെയ്യുക ആ ഒരു ലെഫ്റ്റ് ബാക്ക് റോളിൽ ഹാൻസി ഫ്ലിക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കണ്ടറിയാം എന്താണ് തീരുമാനിക്കുക എന്നുള്ളത്. മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി പെഡ്രിയും ഡിയോങ്ങും തന്നെ, പിന്നെ റഫീന്യ, ലമീൻ യമാൽ, ലെവൻഡോസ്കി സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. ഹാൻസി ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്യാൻ മാത്രം ഫിറ്റ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ ബെഞ്ചിൽ നിന്ന് വരികയായിരിക്കും. അപ്പോൾ ഫെറാൻ ടോറസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത നമ്മൾ കാണുന്നു. പിന്നെ ഡാനി ഓൾമോ, ഫെറാൻ ടോറസിന് പുറകിലായിട്ട് ആ ഒരു 10 റോൾ ഇതായിരിക്കും ബാഴ്സലോണയുടെ ലൈനപ്പ് ഉണ്ടായിരിക്കുക. ഇനി നമ്മൾ ടാക്ടിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്താ സംഭവം? ഇന്ററിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ അവർക്ക് ഫിസിക്കാലിറ്റി ഈ ബാഴ്സലോണ സൈഡിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫിസിക്കാലിറ്റി ഉണ്ട്. അപ്പോൾ ഇതൊരു മാസീവ് അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം ഈ കോർണർ കിക്കുകളിൽ നിന്ന്, സെറ്റ് പീസുകളിൽ നിന്ന് ഇന്റർ മിലാൻ ശരിക്കും ബാഴ്സലോണയ്ക്ക് പ്രശ്നം സൃഷ്ടിക്കാൻ സാധിക്കും. അത് നമ്മൾ ഫസ്റ്റ് ലെഗിൽ തന്നെ കണ്ടിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അത് തന്നെ സെക്കൻഡ് ലെഗിൽ തുടരാനുള്ള സാധ്യതയുണ്ട്. അവരുടെ മെയിൻ വെപ്പൺ തന്നെയാണ്. അപ്പോൾ അവിടെ എങ്ങനെ ഈ സെറ്റ് പീസുകളെ ബാഴ്സലോണയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും? എന്തായാലും ഫിസിക്കാലിറ്റി ഇല്ല. അപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ മറ്റു രീതിയിൽ ചിലപ്പോൾ ഇന്നോവേറ്റീവായിട്ട് ചിന്തിക്കേണ്ടി വരും. പണ്ട് ജപ്പാനൊക്കെ ഈ വേൾഡ് കപ്പിലൊക്കെ കോർണറിൽ ചെയ്തിട്ടുണ്ടായിരുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അതായത് കോർണർ സമയത്ത് 2 അറ്റാക്കിംഗ് പ്ലേയേഴ്സിനെ അവർ ഹാഫ് ലൈനിൻ്റെ അടുത്ത് അങ്ങ് നിർത്തും. അപ്പോൾ എന്താ സംഭവിച്ചാൽ ഈ ലീതൽ കൗണ്ടർ അറ്റാക്കിംഗ് യൂണിറ്റ് ആയിട്ടാണ് അന്ന് ജപ്പാൻ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്കറിയാം ബാഴ്സലോണയും ഒരു ലീതൽ കൗണ്ടർ അറ്റാക്കിംഗ് ടീമാണ്. മാത്രമല്ല ഒപ്പോസിഷൻ ടീമുകളിൽ ഭയം ഉണ്ടാക്കുന്ന തരത്തിലുള്ളൊരു സൈഡാണ്. അവർ വിങ്ങിലൂടെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഒപ്പോസിഷൻ ടീമിൻ്റെ മുട്ടിടിക്കും. കാരണം ലമീനും റഫീനിയും ഒക്കെയാണ് പറക്കുന്നുണ്ടാവുക. അപ്പം വേണമെങ്കിൽ ലമീനെയോ റഫീനിയോ ഒക്കെ അങ്ങനെ ഹാഫ് ലൈനിൻ്റെ അടുത്ത് ഇങ്ങനെ നിർത്താം. അപ്പം എന്താണ് ഇന്റർ മിലാനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കോർണറുകളിൽ അല്ലെങ്കിൽ ഫ്രീക്കുകളിൽ അവർ ഇത്തിരി ഒരു ഡബിൾ മൈൻഡിലാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പണ്ടറങ്ങാനായിട്ട് ഫുൾ ഓണായിട്ട് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇവന്മാർ പണി തരുമോ എന്നുള്ളതാണ്. കൗണ്ടറിൽ ഒരു പക്ഷേ പൊസിഷൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൗണ്ടറിൽ പണി കിട്ടുമോ എന്നുള്ള തരത്തിലൊരു ഡിലമ മനസ്സിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ച് പോവുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ടാക്ടിക്ക് പിന്നെ ഈ ഒരു മത്സരത്തിൽ പരീക്ഷിക്കാൻ ശ്രമിക്കുമോ അറിയില്ല. പിന്നെ ലെവൻഡോസ്കിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് ആ ഒരു ഹൈറ്റ് അഡ്വാൻറ്റേജ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ അരൂഹ കുറേ കൂടി ബെറ്ററായിട്ട് ഏരിയലി പിന്നെ കോർണർ കിക്കുകളിൽ നിന്ന് ജൂലുകളും കാര്യങ്ങളും വിൻ ചെയ്യേണ്ടി വരും. കാരണം വെച്ചാൽ ഇവിടെ ആജാനുഭാവുക്കളായിരിക്കും. ഇന്റർ മിലാനെ സംബന്ധിച്ചിടത്തോളം ഡിഫൻസിൽ നമ്മൾ പറഞ്ഞില്ലല്ലോ ലൈനപ്പിൻ്റെ കാര്യത്തിൽ. അതായത് പവാഡില്ല. അപ്പോൾ എന്താണ് ബസ്റ്റോനിയും അച്ചെർബിയും അതേപോലെ തന്നെ ബിസേക്കും തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ വിട്ടുപോയി തോന്നുന്നു പറയാൻ. അപ്പോൾ ബിസേക്കൊക്കെ ആജാനുബാഹുവാണ്. അച്ചെർബി ആണെങ്കിലും ബസ്റ്റോനി ആണെങ്കിലും ഏരിയയിൽ ഭയങ്കര സ്ട്രോങ്ങറാണ്. മാത്രമല്ല ഫിസിക്കലി ഭയങ്കര സ്ട്രോങ്ങറാണ്. അപ്പോൾ അവർക്ക് ഡ്യൂലുകൾ വിൻ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ബോൾ ഫസ്റ്റ് ഹെഡറൊക്കെ അവർ കോർണറുകളിൽ വിൻ ചെയ്യും. നല്ല ഡെലിവറി വന്നു കഴിഞ്ഞാൽ നല്ല ഡെലിവറിയിൽ കൊടുക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. ഡിമാർക്കോ ആണെങ്കിലും ചലനുല്ലോ ആണെങ്കിലും നല്ല ഡെലിവറീസ് കൊടുക്കാൻ പറ്റുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് ആ കോർണറുകളിൽ സെറ്റ് പീസുകളിൽ ഒരു സുപ്പീരിയോറിറ്റി ഉണ്ട്. അപ്പോൾ അതിനെങ്ങനെ തടയണമെങ്കിൽ ഒന്നെങ്കിൽ ഷെസ്നി അസാമാന്യമായിട്ടുള്ള പിന്നെ ഗെയിം റീഡിങ് നടത്തിക്കൊണ്ട് പഞ്ച് ചെയ്യേണ്ടി വരും വന്നിട്ട്. പക്ഷേ അതിൽ വലിയ റിസ്ക് ഉണ്ട്. ആ ഒരു ഡംഫ്രീസിൻ്റെ സെക്കൻഡ് ഗോൾ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. ഭയങ്കര റിസ്ക്കാണ്. അത് പാളിപ്പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഗോൾ അടിക്കാൻ പറ്റും. അപ്പോൾ അതിനെതിരെ എന്താണ് തന്ത്രം ഹാൻസി ഫ്ലിക്ക് പറ്റാൻ പോകുന്നത് കണ്ടറിയാം. കോർണറുകൾ കൊടുക്കാതിരിക്കുക, സെറ്റ് പീസുകൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതായിരിക്കും മറ്റൊരു തന്ത്രം. അതൊന്നും പക്ഷേ ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയൊന്നുമല്ല. അപ്പോൾ അതൊരു മെയിൻ സംഭവമാണ് ഇന്റർനാഷണൽ. അതേപോലെ തന്നെ ഇന്റർ മിലാൻ ഈ ബാഴ്സലോണയുടെ ഈ ഹൈലൈനെ ബ്രീച്ച് ചെയ്യാനുള്ള പരിപാടികൾ നടത്തുന്നുണ്ടായിരുന്നു, ഈവൻ ഫസ്റ്റ് ലെഗിലും അല്ലേ. അപ്പോൾ അവരുടെ ക്വിക്ക് പാസുകൾ ഭയങ്കര രസമാണ്. അവർ 1 ടച്ച് പാസുകൾ അവർ നടത്തുമ്പോൾ അത് പിന്നെ പെട്ടെന്ന് ബാഴ്സലോണയുടെ കൗണ്ടർ പ്രസ്സിങ് എബിലിറ്റി വെച്ചിട്ട് പോലും തടയാൻ ഇത്തിരി പാടായിരിക്കും. അതോടൊപ്പം തന്നെ ഇന്ററിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്വിച്ചുകൾ നടത്തുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് സംഭവമാണ്. ഫസ്റ്റ് ലെഗിൽ അവർ അധികം സ്വിച്ചുകൾ നടത്തിയിട്ടില്ല. പക്ഷേ എത്ര 3-4 സ്വിച്ചുകളെ നടത്താൻ ശ്രമിച്ചിട്ടുള്ളൂ. പക്ഷേ ആ സ്വിച്ചുകൾ നടത്തൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെച്ചാൽ ഈ ബാഴ്സലോണയുടെ കൗണ്ടർ പ്രസ്സിങ് അവരുടെ മെയിൻ ആയുധമാണല്ലോ. അപ്പോൾ ഈ കൗണ്ടർ പ്രസ്സിങ്ങിനെ മറികടക്കണമെങ്കിൽ ഒരു വിങ്ങിൽ നിന്നും മറ്റേ വിങ്ങിലേക്ക് കണ്ട് പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ പിന്നെ കൗണ്ടർ പ്രസ്സിനെയും ബീറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ എന്താണ് ഈ ഹൈലൈനെയും ബ്രീച്ച് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ ഈ സ്വിച്ച് നടത്തുമ്പോൾ ഈ ഡിഫൻസ് ഡിസ്റ്റോർട്ടഡ് ആയിപ്പോവും അല്ലേ. അപ്പോൾ പെട്ടെന്ന് ഷേപ്പിലേക്ക് വരാൻ പറ്റില്ല, ഇത്തിരി സമയം എടുക്കുമായിരിക്കും. ആ സമയത്തിൽ ഇവർക്ക് ഈ ഹൈലൈനെ ബ്രീച്ച് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള റണ്ണേഴ്സ് ഉണ്ട്. കാരണം ഇവരുടെ റണ്ണേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡംഫ്രീസ് ബോളുമായിട്ട് പോകുമ്പോൾ ബിസേക്ക് ആ RCB ആയിട്ട് കളിക്കുന്ന ചെങ്ങായി ഒരു അണ്ടർലാപ്പിംഗ് റണ്ണൊക്കെ നടത്തും. അതിനൊന്നും ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ഇവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, ഇവർ പെട്ടെന്ന് തന്നെ ക്രോസ് കൊടുക്കും.
അത് ലോ ക്രോസ് ആണെങ്കിലും പിന്നെ നല്ല ക്രോസ് ആണെങ്കിലും അവർ കൊടുക്കും, പെട്ടെന്ന് കൊടുക്കും. അത് ഡ്വെൽ ചെയ്ത് നിൽക്കില്ല, കുറേ സമയം ആ ബോളും പിടിച്ച് നിൽക്കില്ല, പെട്ടെന്ന് കൊടുക്കും. അപ്പോൾ ബോക്സിലേക്ക് അപ്പോഴേക്കും ഇന്റർ മിലാൻ്റെ പ്ലേയേഴ്സ് അറൈവ് ചെയ്യും. ഭയങ്കര ഹാർഡ് വർക്കിംഗ് പ്ലേയേഴ്സാണ്. മിഡ്ഫീൽഡിൽ നിന്നും ഈവൻ ഡിഫൻസിൽ നിന്നും വിങ് ബാക്കുകളും പിന്നെ ബോക്സിലേക്ക് അറൈവ് ചെയ്ത് വരും. നമ്മൾ കണ്ടിട്ടുള്ള സംഭവമാണ്. ഫസ്റ്റ് ലെഗിൽ തന്നെ അതിൻ്റെ ഗ്ലിംസുകൾ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. അപ്പോൾ അവരുടെ ഏർലി ക്രോസിങ്, അതേപോലെ തന്നെ അവരുടെ സ്വിച്ചുകൾ, ഇതിനൊക്കെ തടയാൻ ശ്രമിക്കണം. അപ്പോൾ ഈ സ്വിച്ചുകളൊക്കെ തടയണമെങ്കിൽ എങ്ങനെയാണെന്ന് സംബന്ധിച്ചാൽ ഇവരുടെ പ്രസ് ടോപ്പ് നോച്ച് ആയിരിക്കണം. അപ്പോൾ പ്രസ് ടോപ്പ് നോച്ച് ആകുമ്പോൾ എന്താണ്, ഈ പിന്നെ സ്വിച്ചുകൾ കൊടുക്കാനുള്ള സമയം കിട്ടില്ല. കാരണം ഒരാൾക്ക് ആ സ്വിച്ച് പിന്നെ അൺലീഷ് ചെയ്യണമെങ്കിൽ, അത് പ്രിസൈസ് ആയിട്ട് കൊടുക്കണമെങ്കിൽ ഇത്തിരി സമയവും സ്പേസും വേണ്ടേ, നല്ല കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബാഴ്സലോണയുടെ ആ കൗണ്ടർ പ്രസിനിടയിൽ ഇത്തിരി സമയം എടുത്തുകൊണ്ട് ആ സ്വിച്ച് അവർക്ക് നടത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ട സംഭവമാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ്. അതേപോലെ തന്നെ ഈ ബസ്തോനിയുടെയും ബിസേക്കിൻ്റെയും ഒക്കെ റണ്ണ്, ഇവരുടെ ഈ റൺ, ഈ സെൻറ്റർ ബാക്കുകൾക്ക് അത്തരത്തിൽ റൺ ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട് ഇൻസാഗിയുടെ സൈഡിൽ. കാരണം വെച്ചാൽ മിഡ്ഫീൽഡർമാർ അപ്പോൾ സെൻറ്റർ ബാക്കായിട്ട് മാറും. അപ്പോൾ ഈ മാൻ മാർക്കിങ്ങിലും അതൊരു പ്രശ്നമാണ്. പക്ഷേ ഇവിടെ ഇന്റർ മിലാൻ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ലെഗിൽ അവർ കാര്യമായിട്ട് പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവർ ഫസ്റ്റ് കുറച്ച് നേരം പ്രസ് ചെയ്തു, അതിൽ ബാഴ്സലോണയ്ക്ക് ഇത്തിരി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചു. പിന്നെ അവർ ലീഡ് എടുത്തതിന് ശേഷം വലിഞ്ഞിറങ്ങി, നന്നായിട്ട് വലിഞ്ഞിറങ്ങി അല്ലേ. അപ്പോൾ ഇവിടെ സാൻ സീറോയിൽ ക്രൗഡിന് മുമ്പിൽ, സ്വന്തം ക്രൗഡിന് മുമ്പിൽ അവർ പ്രസ് ചെയ്യാൻ തീരുമാനിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ട സംഭവം. ഇപ്പോൾ ബാസ്റ്റോനി തന്നെ പറഞ്ഞുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് സഫർ ചെയ്യേണ്ട അവസരങ്ങൾ ഈ മത്സരത്തിൽ ഉണ്ടായിരിക്കും. ആ സമയത്ത് ക്രൗഡ് നമ്മുടെ കൂടെ കൂടുതൽ വേണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സഫർ ചെയ്യും എന്നുള്ളതിനർത്ഥം പൊസഷൻ എന്തായാലും ബാഴ്സലോണയുടെ അടുത്ത് തന്നെയായിരിക്കും കൂടുതലുണ്ടായിരിക്കുക. ഇന്റർ മിലാൻ കൗണ്ടറിലായിരിക്കും കൂടുതലും ബാഴ്സലോണയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതും രണ്ട് വിങ്ങിലൂടെയും അവർ അറ്റാക്ക് ചെയ്യും. ഡംഫ്രീസൊക്കെ വില്ലിംഗ് റണ്ണറാണ്, ഡിമാർക്കോ വില്ലിംഗ് റണ്ണറാണ്. അപ്പോൾ ഡംഫ്രീസൊക്കെ ഒരു ഫ്രീക്കാണ്. ഭയങ്കര എന്താ പറയുക, ഫിസിക്കാലിറ്റി ഉണ്ട്, ടെക്നിക്കൽ എബിലിറ്റി ഉണ്ട്, ഏരിയൽ എബിലിറ്റി ഉണ്ട്. ഒരു ത്രെട്ടാണ്, ഒരു മേജർ ത്രെട്ടാണ്. അപ്പോൾ ഡംഫ്രീസിനൊക്കെ പിടിച്ചിരുത്തണം. അവിടെയാണ് ഇനീഗോ മാർട്ടിനസ് പിന്നെ കുറച്ച് ഇടങ്ങറാകാനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ടാണ് ഇനീഗോ മാർട്ടിനസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത ഞാൻ പറയുന്നത്. ജെറാർഡ് മാർട്ടിൻ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു പ്രശ്നമാകും ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ മാത്രമല്ല, ഇനീഗോ മാർട്ടിനസിന് ചിലപ്പോൾ എന്താണ്, ഒബ്വിയസ്ലി അലഹാൻഡ്രോ ബാൽഡെ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു അറ്റാക്കിംഗ് സപ്പോർട്ട് റഫീനയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ റഫീനയ്ക്ക് ആ ഒരു ഇൻസൈഡ് റണ്ണുകൾ ഒരുപാട് നടത്താനുള്ള അവസരങ്ങൾ കിട്ടാനുള്ള സാധ്യത കുറവാണ്. കാരണം ആ രീതിയിൽ ഓവർലാപ്പിംഗ് റണ്ണോ അണ്ടർലാപ്പിംഗ് റണ്ണോ ഇനീഗോ മാർട്ടിനസാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ കൊടുക്കാൻ സാധ്യതയില്ല. അപ്പോൾ എന്താ സംഭവം, പിന്നെ അത് ചിലപ്പോൾ റഫീനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റിയൊക്കെ നമ്മൾ ഫസ്റ്റ് ലെഗിൽ തന്നെ കണ്ടിട്ടുള്ളതാണ്. ആൾ ഈ സീസണിൽ വല്ലാത്ത ക്ലച്ച് മുല്ലൊക്കെ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചങ്ങായിയാണ്. പിന്നെ മാത്രമല്ല, ഇവിടെ മറ്റൊരു സംഭവം, ഈ ലെമീനിലേക്ക് ഫോക്കസ് ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഫസ്റ്റ് ലെഗിലെ പെർഫോമൻസ് കൂടി കാണുമ്പോൾ ഇൻസാഗി എന്തായാലും ആളെ പിന്നെ ഡെവലപ്പ് ചെയ്യാനുള്ളൊരു പരിപാടി ഉണ്ടെന്നുള്ള അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ബസ്തോനി പറയുന്നത് വെച്ചാൽ, ഇങ്ങനത്തെ ഒരു പ്ലെയറിനെ ആയിട്ട് ഞാൻ കളിച്ചിട്ട് പോയില്ല എന്നുള്ളതാണ്. അതായത് ഞാൻ നേരിട്ടതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലെയറാണ് ഈ 17-കാരൻ എന്നുള്ളതാണ് ബസ്തോനി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലമീൻ യമാൽ അത്രയ്ക്കും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഫസ്റ്റ് ലെഗിൽ, പേടിയാക്കിയിട്ടുണ്ട്, ആ ഭയം ഉണ്ടാക്കിയിട്ടുണ്ട് ബസ്തോനിയുടെയും ഡിമാർക്കോയുടെയും മെക്കറ്റാരിൻ്റെയൊക്കെ മനസ്സിൽ, അല്ലെങ്കിൽ മൊത്തം ഇന്റർ മിലാൻ സൈഡിൽ, ഇന്റർ മിലാൻ ആരാധകരുടെ മനസ്സിൽ. കാരണം അത്രയും ബ്രേവായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. അതായത് 1v1 ആയിക്കോട്ടെ, 1v2 ആയിക്കോട്ടെ, 1v3 ആയിക്കോട്ടെ, 1v4 ആയിക്കോട്ടെ, ചെങ്ങായി ടേക്ക് ഓൺ നടത്തും. ചെങ്ങായിയുടെ ചില സമയത്തുള്ള ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ടോപ്പ് നോച്ച് ആയിട്ട് തോന്നും. ഒബ്വിയസ്ലി ഫ്ലോസും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഗെയിമിലുണ്ട്. പിന്നെ മാത്രമല്ല, ട്രിവേല പാസുകൾ, ഹോളിവുഡ് പാസുകൾ അദ്ദേഹം കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വെറുതെ കൊടുക്കുകയാണെന്നുള്ളത്. അല്ല, ആ സമയത്ത് ആ ബോളാണ് പിന്നെ കൊടുക്കേണ്ടത് എന്നുള്ളത് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെ കൊടുക്കുന്നതാണ്. മാത്രമല്ല, ആ ഫ്രീഡം ഉണ്ട് ചെങ്ങായി, ആ ഫ്രീഡം കൊടുത്തിട്ടുണ്ട് ഫ്ലിക്ക്. പോയി ഫുട്ബോൾ കളിക്കുക, പോയി എൻജോയ് ചെയ്യുന്നുള്ളതാണ്. നിങ്ങൾ എൻജോയ് ചെയ്യും. അപ്പോൾ നീ എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നിനക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുന്നുള്ള രീതിയിലുള്ള സംഭവമൊക്കെയാണ് ഹാൻസി ഫ്ലിക്ക് ഈ പ്ലേയേഴ്സിൽ ഇൻസ്റ്റിൽ ചെയ്തിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ എന്താണ്, ഇവിടെ ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം മെക്കറ്റാരിയനും ബസ്തോനിയും, അതേപോലെ തന്നെ ബസ്തോനി ചിലപ്പോൾ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കില്ല, പക്ഷേ മെക്കറ്റാരിയനും ഡിമാർക്കും എന്തായാലും ലെമീൻ്റെ കൂടെ ഉണ്ടായിരിക്കും ലെമീൻ അറ്റാക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അവിടെ കൂണ്ടേ ശരിക്കും മിസ് ചെയ്യും ബാഴ്സലോണ. കാരണം ആ ഒരു ഓവർലാപ്പിംഗ് റണ്ണ് അണ്ടർലാപ്പിംഗ് റണ്ണൊക്കെ ഇന്റർ മിലാന് കുറച്ചുകൂടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുള്ള സംഭവമാണ്. എറിക് ഗാർസിയ സപ്പോർട്ട് ചെയ്യുമായിരിക്കും, പക്ഷേ എന്താണ്, എറിക് ഗാർസിയെ സംബന്ധിച്ചിടത്തോളം ഒബ്വിയസ്ലി കൂണ്ടയെ പോലെ സപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കില്ലല്ലോ, അതൊരു പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും ലെമീനിലേക്ക് പ്ലേയേഴ്സ് അട്രാക്ട് ചെയ്യപ്പെടുമ്പോൾ ബാക്കിയുള്ളവർക്ക് സ്പേസ് അത് ഓപ്പൺ അപ്പ് ചെയ്യും അല്ലേ. കാരണം 2-3 പ്ലേയേഴ്സ് ലെമീനിലേക്ക് പോയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി വേറെ ഏരിയകളിൽ സ്പേസ് വരും. അപ്പോൾ ഈ ബാഴ്സലോണ പ്ലേയേഴ്സിന് അത് എക്സ്പ്ലോർട്ട് ചെയ്യാൻ സാധിക്കണം, അതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവിടെ അഗെയിൻ പെഡ്രി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ്, നമുക്കറിയുന്നതാണ്. ഫ്രെങ്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ്. പെഡ്രി ആ ഫസ്റ്റ് ലെഗിൽ ഒബ്വിയസ്ലി കംപ്ലീറ്റ് ലൈം ലൈറ്റ് ലെമീനിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം ലെമീൻ അമ്മാതിരി പെർഫോമൻസ് പുൾ ഓഫ് ചെയ്തു. പക്ഷേ പെഡ്രി ഹാഡ് എ സെൻസേഷണൽ ഗെയിം. കാര്യങ്ങൾ കൺട്രോൾ ചെയ്തത് പെഡ്രിയാണ്. അപ്പോൾ പെഡ്രിക്ക് ഇനഫ് ടൈം ആൻഡ് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ ആൾ കാര്യങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യും. അത് ഇന്റർ മിലാന് പണി കൊടുക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ആ ഈക്വലൈസർ ഗോളിൽ ഫസ്റ്റ് ലെഗിൽ പെഡ്രി കൊടുത്തിട്ടുള്ള ആ ഒരു ബോൾ, റഫീനെ കൊടുത്തുള്ള ബോൾ, അതിലുള്ള റഫീനയുടെ റൺ ഫാന്റാസ്റ്റിക് ആണ്. പക്ഷേ ആ വിഷൻ,
അത് പുൾ ഓഫ് ചെയ്യാനുള്ള കഴിവൊക്കെ പെഡ്രിക്കുണ്ട്. അപ്പോൾ എന്താണ്, പെഡ്രിക്ക് ടൈമും സ്പേസും കൊടുത്തു കഴിഞ്ഞാൽ അതും പണി കൊടുക്കും. ഈവൻ നിങ്ങൾ ലോ ബ്ലോക്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ, ഈവൻ 10 വരെ ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ലൈൻ ബ്രേക്കിംഗ് പാസുകൾ പിക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് പെഡ്രി. പോട്ടർ നമുക്കറിയുന്നതാണ്. അപ്പോൾ പെഡ്രിയെ ക്ലോസ് ഡൗൺ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇന്ററിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ലെഗിൽ ഇരുന്ന പോലെ ഫുൾ ടൈം ലോ ബ്ലോക്കിൽ, അതായത് ഗോളിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടിയതിന് ശേഷം പിന്നെ ലോ ബ്ലോക്കിൽ കണ്ടിരുന്നു. അങ്ങനെ ഒട്ടും പ്രസ് ചെയ്യാണ്ട് ലോ ബ്ലോക്കിൽ തന്നെ ഇരിക്കാനാണ് തീരുമാനമെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ച് അവരൊരു മിഡ് ബ്ലോക്കിലിരുന്ന് ഒന്ന് പ്രസ് ചെയ്യാനുള്ള തീരുമാനമൊക്കെ എടുത്തു കഴിഞ്ഞാൽ സ്വന്തം ക്രൗഡിന് മുമ്പിൽ ക്രൗഡിൻ്റെ സപ്പോർട്ട് കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ അത് ചിലപ്പോൾ ഇന്റർ മിലാന് ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട്. ഒന്ന് പ്രസ് ചെയ്യേണ്ടി വരും. പിന്നെ ഈ പറഞ്ഞ പോലെ അവരുടെ ഏരിയൽ ഡ്യൂലുകൾ വിൻ ചെയ്യുന്നതിൻ്റെ കഴിവ് അതവർ മാക്സിമം എടുക്കും. കാരണം ഫസ്റ്റ് ലെഗിൽ അതിൻ്റെ ഡിസ്പാരിറ്റി നമ്മൾ കണ്ടതാണ്. ബാഴ്സലോണയ്ക്ക് ഒറ്റ ഏരിയൽ ഡ്യൂലും ശരിക്കും അങ്ങോട്ട് വിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. 2-3 ഏരിയൽ ഡ്യൂലുകൾ മാത്രമേ അവർ മത്സരത്തിൽ മൊത്തം വിൻ ചെയ്തിട്ടുള്ളൂ. ഇന്റർ മിലാൻ ആണെങ്കിൽ ഒരുപാട് ഏരിയൽ ഡ്യൂലുകൾ വിൻ ചെയ്തിട്ടുണ്ട്. അവരുടെ ഏരിയൽ ഡ്യൂലുകൾ വഴി അവർ സ്ട്രൈക്കർമാരെ കമ്പൈൻ ചെയ്യും, എന്നിട്ട് വിങ് ബാക്കുകൾ റിലീസ് ചെയ്യും. അത് അവരുടെ ഒരു രീതിയാണ്. ലോങ് ബോൾ വരും, ആ ഹാഫ് ലൈനിൻ്റെ അടുത്ത് അത് ഒരു സ്ട്രൈക്കർ വിൻ ചെയ്യും, അത് മറ്റേ സ്ട്രൈക്കർ കൊടുക്കും. എന്നിട്ട് അവരുടെ ഒരു കോമ്പിനേഷൻ പ്ലേ, വളരെ ക്വിക്കായിട്ടുള്ള കോമ്പിനേഷൻ പ്ലേ ആയിരിക്കും. അതിലാണ് ലോത്തറോ മാർട്ടിനസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്ലെയറാണെന്ന് പറഞ്ഞത്. ലോത്തറോ മാർട്ടിനസും തുറാമും തമ്മിലുള്ള സിങ്ക് വളരെ ബ്യൂട്ടിഫുള്ളാണ്. അവർക്കറിയാം ഈവൻ ഫ്ലിക്കുകൾ കൊടുക്കുമ്പോഴൊക്കെ. എന്നിട്ടെന്താണ്, ഈ മിഡ്ഫീൽഡർമാർ വിങ് ബാക്കുകളെ പിക്ക് ചെയ്യും. അപ്പോൾ വിങ് ബാക്കുകൾ ഇങ്ങനെ ഓടിയിട്ടുണ്ടാകും, ഓടാൻ റെഡിയാണ്. ഈ ബാഴ്സലോണയുടെ ഹൈലൈൻ പുറകിലൂടെ ഓടാൻ റെഡിയാണ് അവന്മാർ. പിന്നെ ഇവിടെ ഫസ്റ്റ് ലെഗിൽ ഇന്ററിൻ്റെ മിഡ്ഫീൽഡർമാർ അത്ര നല്ല രീതിയിൽ കളിച്ചിട്ടില്ല. ബരേലയുടെയൊക്കെ ബെസ്റ്റ് ഗെയിം നമുക്ക് കാണേണ്ടി വരും ബാഴ്സലോണയ്ക്കെതിരെ ഇന്റർ മിലാൻ പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ. ബരേല, ചലനോലു, മെഖിതാരിയൻ അവരവരുടെ ആ ഒരു എക്സ്പീരിയൻസ് യൂസ് ചെയ്യേണ്ടി വരും. ഒബ്വിയസ്ലി കാര്യങ്ങൾ പൊസഷൻ വൈസ് കൺട്രോൾ ചെയ്യാൻ പോകുന്നത് ബാഴ്സലോണ തന്നെയായിരിക്കും. പക്ഷെ ബോൾ കിട്ടുന്ന സാഹചര്യത്തിൽ ഈ സ്വിച്ചുകൾ, ബരേലയ്ക്കൊക്കെ സ്വിച്ച് നടത്താൻ കഴിവുള്ള തരത്തിലുള്ള പ്ലെയറാണ്. ചലനോലു സ്വിച്ച് നടത്താൻ കഴിവുള്ള തരത്തിലുള്ള പ്ലെയറാണ്. പിന്നെ മാത്രമല്ല ഇവരുടെയൊക്കെ ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റി മികച്ചാണ്. അവർക്കൊക്കെ ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്നൊക്കെ തണ്ടർ ബോൾട്ട് സ്ട്രൈക്കുകൾ അടിച്ചുകൊണ്ട് ബാഴ്സലോണയെ ഞെട്ടിക്കാൻ കഴിവുള്ള തരത്തിലുള്ള പ്ലെയേഴ്സാണ്. അപ്പോൾ അവർ അവരുടെ അറ്റ്മോസ്റ്റ് ബെസ്റ്റ് കൊടുക്കേണ്ടി വരും. ബരേലയുടെയൊക്കെ എബിലിറ്റി വെച്ചാണ് നമുക്കറിയുന്നതാണ്. ഓഫ് ദ ബോളും ഓൺ ദ ബോളും ഇതിൻ്റെ എബിലിറ്റി ടോപ്പ് ക്ലാസ്സാണ്. അപ്പോൾ ബരേലയുടെ ബെസ്റ്റ് ഗെയിം കാണേണ്ടി വരും ആ മിഡ്ഫീൽഡിൽ ഇന്ററിനെ സംബന്ധിച്ചിടത്തോളം പ്രോഗ്രസ് ചെയ്യാൻ. ഞാൻ ബരേലയാണ് പിന്നെ എടുത്ത് പറയുന്നത്. ഒബ്വിയസ്ലി ചലനോലും മെഖിതാരിയനും നല്ല രീതിയിൽ കളിക്കണം, പക്ഷെ ബരേല മെയിൻ മാനാണ് ആ മിഡ്ഫീൽഡിൽ. അപ്പോൾ നോക്കാം നമുക്ക് എന്ത് സംഭവിക്കുന്നുള്ളത്. പിന്നെ എന്തായാലും അവരുടെ ശൈലിയിൽ ഇപ്പോൾ ഈ മത്സരത്തിനായിട്ട് മാറ്റം കൊണ്ടുവരുന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതായത് ഹൈലൈൻ തന്നെ കളിക്കും, കൗണ്ടർ പ്രസ് ചെയ്ത് തന്നെ കളിക്കും. ഒരു മാറ്റവും സംഭവിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. കാരണം അവരിതുവരെ എത്തിയിട്ടുള്ളത് അവരുടെ ഈ ഒരു ശൈലിയിൽ കളിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇന്റർ മിലാൻ ഏത് രീതിയിൽ റിയാക്ട് ചെയ്യുന്നതാണ് കാണാൻ ആഗ്രഹമുള്ളത്. അവരുടെ ക്രൗഡിന് മുമ്പിൽ കുറച്ചുകൂടെ എന്താണ് പൊസിഷൻ വെക്കാനും അതേപോലെ തന്നെ കുറച്ചുകൂടെ പ്രസ് ചെയ്യാനും അവർ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഇന്റർ മിലാൻ്റെ അപ്രോച്ച് എന്തായിരിക്കും എന്നുള്ളത് കാണാനായിട്ട്. അപ്പോൾ ഇന്റർ മിലാൻ ഒബ്വിയസ്ലി സഫർ ചെയ്യാൻ റെഡിയാണ്. അവർക്ക് സഫർ ചെയ്തതിന് ഒരു മടിയില്ല, അവർക്ക് ഡിഫെൻഡ് ചെയ്യുന്നതിന് ഒരു മടിയില്ലാത്ത സൈഡാണ്. ഒട്ടും ബോറടിക്കില്ല ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ. എത്ര ബ്ലോക്കുകൾ നടത്തി കഴിഞ്ഞാലും എത്ര ലാസ്റ്റ് ചാലഞ്ചുകൾ നടത്തി കഴിഞ്ഞാലും അവർക്കൊരു ബോറടിയില്ല എന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ കീപ്പർമാർ ഇമ്പോർട്ടൻ്റ് ആണ്. യാൻ സോമർ അന്യായ ഷോട്ട് സ്റ്റോപ്പറാണ്. അപ്പോൾ യാൻ സോമർ അൺബിലീവബിൾ ഗെയിം പുൾ ഓഫ് ചെയ്യേണ്ടി വരും. കാരണം ബാഴ്സലോണ ചാൻസസ് ക്രിയേറ്റ് ചെയ്തിരിക്കും എന്നുള്ള കാര്യം സംശയം വേണ്ട. അപ്പോൾ എന്താണ്, സോമർ ഗ്രേറ്റ് സേവ് പുൾ ഓഫ് ചെയ്യേണ്ടി വരും. ഷെസ്നി അപ്പുറത്ത് പുള്ളിക്കാരനും സേവ് പുൾ ഓഫ് ചെയ്യേണ്ടി വരും. കാരണം വെച്ചാൽ ഇന്റർ മിലാൻ സാൻ സീറോയിൽ ഗോളുകൾ അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല ഇന്റർ മിലാൻ്റെ സാൻ സീറോയിലെ റെക്കോർഡ് അൺബിലീവബിളാണ്. 2022 അവർ ചാമ്പ്യൻസ് ലീഗിൽ അവസാനമായിട്ട് ഹോമിൽ പരാജയപ്പെട്ടുള്ളത്. അതിനുശേഷം 15 മത്സരങ്ങളായിട്ട് അവർ പരാജയപ്പെട്ടിട്ടില്ല. അതിൽ 3 എങ്ങാനും സമനില, അത്രയേ ഉള്ളൂ. അതാണ്. അപ്പോൾ ഇന്റർ മിലാൻ്റെ കോട്ടയാണ് ഈ സാൻ സീറോ എന്ന് പറഞ്ഞാൽ. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, ഈ ഒരു ക്യാമ്പയിനിൻ്റെ ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ ഒബ്വിയസ്ലി ഫറ്റീഗ് ഈ ടീമിൽ ക്രീപ്പിൻ ചെയ്തിട്ടുണ്ട്. ബാഴ്സലോണ സൈഡിലുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വൾണറബിലിറ്റികൾ അവരുടെ ഡിഫെൻസിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ സീസണിൻ്റെ തുടക്കത്തിൽ അവർ സിറ്റ് ബാക്ക് ചെയ്ത് ഡിഫെൻഡ് ചെയ്യുമ്പോൾ എന്താണ്, അവർ ലോ ബ്ലോക്കിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യുമ്പോൾ അവർക്കെതിരെ ഗോൾ അടിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ടീമുകൾക്ക്. അങ്ങനെയല്ല ഇപ്പോഴത്തെ ഇന്റർ മിലാൻ. ഈ ബിസിനസ് എൻഡ് ഓഫ് ദ സീസണിലേക്ക് കടക്കുമ്പോൾ ഇന്റർ മിലാനിൽ അവരുടെ ഡിഫെൻസിൽ വൾണറബിലിറ്റീസ് ഉണ്ട്. അവർക്ക് ആ സീസണിൻ്റെ തുടക്കത്തിൽ ഡിഫെൻഡ് ചെയ്ത പോലെ ഇപ്പോൾ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതും ഓർക്കേണ്ടതായ സംഭവമാണ്. അപ്പോൾ അവർക്ക് ജയിക്കണമെങ്കിൽ വെറും ഡിഫെൻഡ് ചെയ്ത് മാത്രം ജയിക്കാൻ പറ്റൂല, അതാണ്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള അളവിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ കൗണ്ടർ അറ്റാക്ക് ചെയ്യണം. ആ രീതിയിൽ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ടീം തന്നെയാണ്. അവരുടെ റൊട്ടേഷൻ ബ്യൂട്ടിഫുള്ളാണ്. സെൻറ്റർ ബാക്കുകളുടെ മൂവ്മെൻറ്റ് ഫാന്റാസ്റ്റിക്കാണ്. മിഡ്ഫീൽഡർമാർ സെൻറ്റർ ബാക്കുകളാകും. സെൻറ്റർ ബാക്കുകളുടെ ആ ഒരു ഡ്രൈവിംഗ് റൺ, ആ തേർഡ് മാൻ റൺ, അത് പിക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ ആയിരിക്കും അവർ ബാഴ്സലോണയുടെ ഹൈലൈനെ ബ്രീച്ച് ചെയ്യാൻ ശ്രമിക്കുക, ഹേർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ
കണ്ടറിയാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഒരു ടാക്ടിക്കൽ ബാറ്റിൽ തന്നെയാണ്. ഇനി ചില സ്റ്റാറ്റ്സുകൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ബാഴ്സലോണയുടെ ചാമ്പ്യൻസ് ലീഗിലെ എവേ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മോശമാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ ഹാൻസി ഫ്ലിക്കിൻ്റെ സൈഡിന് എവേ എന്നില്ല, ഹോം എന്നില്ല. പക്ഷേ 2025 കാലണ്ടർ ഇയറിൽ അവരൊരൊറ്റ മത്സരം മാത്രമേ പരാജയപ്പെട്ടിട്ടുള്ളൂ എന്നുള്ള കാര്യം ഓർക്കണം. അതെവിടെയായിരുന്നു? ഡോട്ട്മുണ്ടിൻ്റെ ഹോമിലാണ്, ക്വാർട്ടർ ഫൈനലിൽ. അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, കാരണം വെച്ചാൽ അഗ്രിഗേറ്റ് സ്കോറിൽ പിന്നെ ബാഴ്സലോണ കടന്നു കയറിയല്ലോ. പക്ഷേ സ്റ്റിൽ അവിടെയാണ് അവർ പരാജയപ്പെട്ടത്, ആ യെല്ലോ ബോളിന് മുമ്പിൽ. പിന്നെ അവസാനത്തെ 4 ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ എവേ മത്സരങ്ങളുടെ റെക്കോർഡ് എന്താണെന്നറിയോ? 4ലും പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ എവേ അറ്റ്മോസ്ഫിയറിൽ ആ പിന്നെ ഒപ്പോസിഷൻ ടീമിൻ്റെ ഹോം ക്രൗഡിന് മുമ്പിൽ ബാഴ്സലോണ തകർന്നു പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഹാൻസി ഫ്ലിക്കിൻ്റെ സൈഡ് ഈ ഒരു ക്യാമ്പയിനിൽ അത്തരത്തിൽ തകർന്നു പോകുന്ന സൈഡല്ല എന്നുള്ളത് പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട് അല്ലേ. അവർക്ക് സാൻ സീറോയിൽ ഈ ഒരു റെക്കോർഡ് മാറ്റിക്കുറിക്കാൻ സാധിക്കുമോ? ഇന്റർ മിലാൻ്റെ ഹോം റെക്കോർഡ് തകർക്കാൻ സാധിക്കുമോ? ഈ റെക്കോർഡുകളും ചരിത്രത്തിനൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല, അത് വേറെ കാര്യം. അന്ന് എങ്ങനെ കളിക്കുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യമുള്ളത്. പക്ഷേ അത് ചിലപ്പോൾ ഈ ചില പ്ലേയേഴ്സിൻ്റെ ഉള്ളിൽ ഒരു സ്ഥാനം പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ലമീനെ പോലെയുള്ള പ്ലേയേഴ്സിനൊന്നും അത് ഒരു വിഷയമല്ല. കാരണം വെച്ചാൽ പുള്ളിക്കാരൻ ഒട്ടും ഭയമില്ല. അതാണ് ലമീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സുന്ദരമായിട്ടാണ് ആ ഒരു ഫുട്ബോൾ നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒട്ടും ഭയമില്ലാണ്ട് ആളങ്ങനെ എൻജോയ് ചെയ്യുകയാണ്. അപ്പോൾ ലമീൻ ഒരു മേജർ ത്രെട്ടായിരിക്കും. ഒപ്പം പെഡ്രി, റഫീന്യ, ഫെർമീൻ ലോപ്പസ്, ഒപ്പം ഡാനി ഓൾമോ ഫസ്റ്റ് ലെഗിൽ അത്ര നല്ല രീതിയിൽ കളിച്ചിട്ടില്ല. ആ ഇന്റർ മിലാൻ്റെ ഫിസിക്കാലിറ്റിക്ക് മുമ്പിൽ അദ്ദേഹം ഒന്ന് ഇടങ്ങറായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡാനി ഓൾമോ ഈ മത്സരത്തിൽ നല്ല രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ, കാരണം ഞാൻ പറഞ്ഞു ലമീൻ യമാലിലേക്ക് പ്ലേയേഴ്സ് അട്രാക്ട് ചെയ്തു പോകും. അപ്പോൾ ഡാനി ഓൾമോക്ക് സ്പേസ് വരാനുള്ള സാധ്യതയുണ്ട്. ആൾക്ക് സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് മനോഹരമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ്. പിന്നെ ഫെറാൻ ടോറസിൻ്റെ മൂവ്മെൻറ്റ് അതൊക്കെ ക്രൂഷ്യലാണ്. പക്ഷേ ഫെറാൻ ടോറസ് ഒന്നും ക്ലിനിക്കലല്ല എന്നുള്ള പ്രശ്നമുണ്ട്. ശരിയാണ്, ഇമ്പോർട്ടൻറ്റ് ഗോളുകൾ അടിച്ചിട്ടുണ്ട്. ക്ലിനിക്കലാകണം ഈ മത്സരത്തിലൊക്കെ, കാരണം സാൻ സീറോയിൽ ക്ലിനിക്കലാകേണ്ട ഒരു അവസരമുണ്ട്. പിന്നെ ഡാനി ഓൾമോ ഇത് ചെങ്ങായിയുടെ ഒരു അവസരമാണ് ആളുടെ ബെസ്റ്റ് പുൾ ഓഫ് ചെയ്യാനായിട്ടുള്ളത്. അത് അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ളത് കണ്ടറിയാം. കാരണം അദ്ദേഹത്തിന് സ്പേസ് കിട്ടുമായിരിക്കും ഈ ലമീൻ യമാലിലേക്ക് പ്ലേയേഴ്സ് അട്രാക്ട് ചെയ്ത് പോകുമ്പോൾ. കണ്ടറിയാം ഡാനി ഓൾമോക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമല്ലോ. പിന്നെ ഈ ഇൻസാഗിയുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ അവർ ബാഴ്സലോണയ്ക്കെതിരെ അവസാനത്തെ 3 മത്സരങ്ങളിൽ അൺബീറ്റൻ ആണെന്നുള്ളതാണ്. അവസാനത്തെ 3 മത്സരങ്ങളിൽ അൺബീറ്റൻ ആണ്. മൊത്തം ഇന്റർ മിലാൻ ബാഴ്സലോണ ഏറ്റുമുട്ടലുകൾ നടന്നപ്പോൾ 17 തവണ അവർ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതിൽ ഈ കാറ്റലൻ ജയൻസിനെ സംബന്ധിച്ചുള്ള അവർ 8 തവണ ജയിച്ചിട്ടുണ്ട്. ഇന്റർ മിലാൻ 3 തവണ മാത്രമേ ജയിച്ചിട്ടുള്ളൂ. ഇതോടൊപ്പം തന്നെ ഇന്റർ മിലാൻ്റെ മറ്റൊരു ഫാന്റാസ്റ്റിക് റെക്കോർഡെന്ന് വെച്ചാൽ അവരിതുവരെ ഹോമിൽ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൽ പരാജയം ഏറ്റുവാങ്ങിയിട്ടില്ല. ചരിത്രത്തിൽ ഇതുവരെ ഏറ്റുവാങ്ങിയിട്ടില്ല പരാജയം. അപ്പോൾ ആ ചരിത്രം തിരുത്താൻ ഹാൻസി ഫ്ലിക്കിൻ്റെ ടീമിന് സാധിക്കുമോ? അതാണ് നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുള്ള സംഭവം. അപ്പോൾ തുറാം ഫസ്റ്റ് ലെഗിൽ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. അത്ര ഫുള്ളി ഫിറ്റ് അല്ലാണ്ട് പോലും ഇപ്പോൾ കുറച്ചുകൂടെ മാച്ച് ഫിറ്റ് ആയിട്ടുണ്ട് ചങ്ങായി. ലൗതാരോ ഫിറ്റ് ആകുമ്പോൾ എന്നുള്ളതാണ് ഇന്റർ മിലാൻ്റെ ആരാധകരിങ്ങനെ പിന്നെ അക്ഷമയോടെ കാത്തിരിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം. ലൗതാരോ ഫിറ്റ് ആയി കഴിഞ്ഞാൽ അവരുടെ ചാൻസുകൾ വർദ്ധിക്കും അല്ലേ. എന്നെ സംബന്ധിച്ചോളം എന്താണ്, ബാഴ്സലോണയുടെ ആ ഡിഫൻസീവ് വൾണറബിലിറ്റി ഉണ്ട്, പ്രത്യേകിച്ച് ബാൽഡയും കൂണ്ടയും ഇല്ലാത്ത സാഹചര്യത്തിൽ. അഗെയിൻ അവർക്ക് ഔട്ട് സ്കോർ ചെയ്യേണ്ടി വരും ഫൈനലിലേക്ക് പ്രവേശിക്കാൻ, ഔട്ട് സ്കോർ ചെയ്യേണ്ടി വരും. ഇന്ററിനെ സംബന്ധിച്ചിടത്തോളം ഇന്ററിന് ഹോം അഡ്വാൻറ്റേജ് ഉണ്ട് ഒബ്വിയസ്ലി. ഒപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ ഇപ്പോൾ ഈ ചാമ്പ്യൻസ് ലീഗിലാണ്. കാരണം വെച്ചാൽ കപ്പിൽ അവർ പരാജയപ്പെട്ടു, ശരിയായാലും 3 പോയിൻറ്റ്സ് പുറകിലാണ് ഇരിക്കുന്നത്. ഇവിടെ അവരെല്ലാം കൊടുക്കും ഈ ഒരു സെമി ഫൈനൽ സെക്കൻഡ് ലെഗിൽ. പലരും പ്രതീക്ഷിക്കുന്നുണ്ടാവുക ബാഴ്സലോണ പ്രോഗ്രസ് ചെയ്യുന്നുള്ളതായിരിക്കും. പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നത് ഇന്റർ മിലാന് നല്ല ഒരു സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ലൗതാരോ മാർട്ടിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ലൗതാരോ മാർട്ടിനസ് തുറാം പാർട്ട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർ മിലാൻ പ്രോഗ്രസ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പക്ഷേ ബാഴ്സലോണ ആയതുകൊണ്ട് നമുക്കൊന്നും അങ്ങോട്ട് പറയാൻ പറ്റില്ല. അവന്മാർ ഒരു രക്ഷയില്ല എന്നുള്ളതാണ്. എന്താണത്, ഈ ഹാൻസി ഫ്ലിക്ക് ആ രീതിയിലുള്ളൊരു മാറ്റമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ടെൻഷനും നെർവസുമായിട്ടായിരിക്കും 2 സെറ്റ് ഓഫ് ആരാധകർ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ ചില ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ ടച്ച് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ലെവൻഡോസ്കി തിരിച്ചു വന്നിട്ടുള്ളത് ബാഴ്സലോണ ഹ്യൂജ് ബൂസ്റ്റാണ്. കാരണം വെച്ചാൽ ചില ലമീൻ യമാലിൻ്റെ ക്രോസുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും മീറ്റ് ചെയ്യാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ലെവ ഉണ്ടെങ്കിൽ ലെവ ഒരു പ്രസൻസ് ആണ് ബോക്സിൽ. മാത്രമല്ല ആളുടെ എക്സ്പീരിയൻസ്, ആളുടെ നോ ഹൗ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബാഴ്സലോണ. ഒരു ലീഡറാണല്ലോ ആൾ. അപ്പോൾ ആ ഒരു ടീമിൽ ഇത്തരത്തിലൊരു അറ്റ്മോസ്ഫിയറിൽ ലെവയുടെ പ്രസൻസ് ടീമിന് വല്ലാത്ത രീതിയിൽ ഗുണം ചെയ്യും. പക്ഷേ ആൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. സ്റ്റിൽ ബെഞ്ചിൽ വന്നിട്ട് ചങ്ങായിക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ആ രീതിയിലുള്ളൊരു പ്ലെയറാണ്. ഇനി അഥവാ മത്സരം
ഇനിയിപ്പോൾ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പിന്നെ ആർക്കാണ് അഡ്വാൻറ്റേജ് എന്നുള്ളത് വ്യക്തമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. ബാഴ്സലോണ സൈഡിന് അത്ര വലിയൊരു അഡ്വാൻറ്റേജ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം. പിന്നെ ഫ്രങ്കി ഡി യോങ് ഓൺ ദ ബോൾ ഫാൻറ്റാസ്റ്റിക് ആണെന്ന് ഞാൻ പറഞ്ഞു. ഓൺ ദ ബോൾ അദ്ദേഹം കാര്യങ്ങൾ ചില മത്സരങ്ങളൊക്കെ ഡിക്റ്റേറ്റ് ചെയ്തിട്ടുള്ള രീതി ബ്യൂട്ടിഫുള്ളാണ്. ഈവൻ അദ്ദേഹം പൊസിഷൻ വിൻബാക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ് ഈ ബാഴ്സലോണ സൈഡിലുള്ള ഒരു വൾണറബിലിറ്റി അത്ര കാര്യമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാത്തൊരു വൾണറബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാത്തൊരു വൾണറബിലിറ്റി ഉണ്ട്. ഈ മിഡ്ഫീൽഡർമാർ അത്ര നല്ല രീതിയിലല്ല ട്രാക്ക് ചെയ്യുന്നത് റണ്ണേഴ്സിനെ എന്നുള്ളതാണ്. അതിപ്പോൾ പെഡ്രി ആണെങ്കിലും പിന്നെ ഫ്രങ്കി ആണെങ്കിലും അതിലിത്തിരി പ്രശ്നമുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഇന്റർ മിലാൻ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ എന്താണ് ഇവരുടെ ഒരു അത് ലാക്ക് ഓഫ് ഫിസിക്കാലിറ്റി കൂടിയാണ്, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇതിൽ. അപ്പോൾ അത് എങ്ങനെ, അതായത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്റർ മിലാൻ അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ കട്ട് ബാക്കൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഈ മിഡ്ഫീൽഡർമാർ കൃത്യസമയത്ത് അങ്ങോട്ടേക്ക് റൺ ചെയ്തെത്താത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വേറെ മത്സരങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഇന്റർ മിലാൻ സാധിക്കുന്നുള്ളത്. എന്താ സംഭവം വെച്ചാൽ ബാഴ്സലോണയ്ക്കാണ് എപ്പോഴും പൊസിഷൻ ഉണ്ടായിരിക്കുക, ബാഴ്സലോണയാണ് കാര്യങ്ങൾ എപ്പോഴും കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ എന്താണ് കൂടുതലത് നോട്ടീസ് ചെയ്യപ്പെടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ഇന്റർ മിലാൻ സൈഡിന് അതൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേയേഴ്സ് അവിടെ ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിലാണ് ഈ സ്വിച്ചുകൾക്ക് വലിയ പ്രാധാന്യമുള്ളത് ഇന്റർ മിലാൻ്റെ. അപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കുറേ സാധ്യതകളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ബാക്കി എന്താ നടക്കുന്നത് കണ്ടറിയാം അല്ലേ.